വേട്ട എന്ന കഥയുടെ തുടർച്ച. ഇനി ദാക്ഷായണി വേണമെങ്കിൽ കുറച്ച് വിശ്രമിച്ചോളൂ, ബാലൻ പറഞ്ഞു. കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ അനങ്ങിയില്ല. പുറത്തേക്ക് പകൽ ചരിഞ്ഞതും നിരത്തിൽ തിരക്കേറിയതും അവരറിഞ്ഞില്ല. അവർ കുഞ്ഞിനെ തന്നെ ശ്രദ്ധിച്ചു അനക്കമറ്റിരുന്നു. ക്രമേണ കുഞ്ഞിൻ്റെ ശ്വാസഗതി സാധാരണ മട്ടിലായി. ദാക്ഷായണിയുടെ മനസ്സിൽ തണുത്ത കാറ്റ് വീശി. അവൾക്കെല്ലാം അത്ഭുതമായി തോന്നി. താനിവിടെ എങ്ങനെ എത്തി? തൊട്ടടുത്തിരിക്കുന്ന ഈ മനുഷ്യൻ ആരാണ്? അവൾ ഒരു രക്ഷകനെ പോലെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി. തെക്കുംപുറത്തെ ജാനകിയമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മയിലെ മഷി പിടിച്ച കോണിൽ കിടപ്പുണ്ട്. കുട്ടിക്കാലത്ത് ആരുമറിയാതെ നാടുവിട്ട അവൻ ഇപ്പോൾ തിരിച്ചു വന്നതാണോ? പുറത്ത് സന്ധ്യ കറുത്തു. ആസ്പത്രിയിലെ വിളക്കുകൾ മഞ്ഞ കണ്ണുകൾ തുറന്നു. വീണ്ടും ബാലൻ കാപ്പി കൊണ്ടുവന്നു. അവൾ കുടിച്ചു. ശാന്തമായ മുഖഭാവത്തോടെ ഉറങ്ങുന്ന കുഞ്ഞിനെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഇരുന്നു. പതുക്കെ ആശുപത്രി ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഒറ്റപ്പെട്ട വിളക്കുകൾ, ഒറ്റപ്പെട്ട കരച്ചിലുകൾ, ഒറ്റപ്പെട്ട തേങ്ങലുകൾ, സാന്ത്വനങ്ങൾ. കുഞ്ഞിൽ നിന്നും മുഖമുയർത്തുമ്പോഴെല്ലാം ദാക്ഷായണി തൊട്ടടുത്തിരിക്കുന്ന ബാലനെ കണ്ടു. കറുത്തുയർന്ന ശരീരം, നീണ്ട കൈകൾ, കൈകാലുകളിൽ എഴുന്നേൽക്കുന്ന ഞരമ്പുകൾ. ദാക്ഷായണി, ബാലൻ ചോദിച്ചു. വല്ലതും വേണോ? വേണ്ട. അവൾ മുഖത്തേക്ക് നോക്കി. ജ്വലിക്കുന്ന കണ്ണുകൾ. ഇപ്പോൾ കണ്ണിൽ മറ്റൊരു മുഖം, മറ്റൊരു ഭാവം. പാതവകത്ത് വെച്ച് ബാലന്റെ ചോദ്യം. കുട്ടിയുടെ അച്ഛനെവിടെ? ദാക്ഷായണി, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. കാവുംപറമ്പിൽ രാമകൃഷ്ണന്റെ കനത്ത സ്വരം. എതിർക്കണ്ട. ആരെതിർത്താലും ഞാൻ കൂട്ടാക്കില്ല. രാമകൃഷ്ണൻ കരുത്തനാണ്. ആരെയും കൂസാത്തവനാണ്. സ്നേഹിക്കുന്നവർക്ക് തല കൊടുക്കും. എതിർത്താൽ ഗ്രാമക്കാർക്കറിയാം കാവുംപറമ്പിൽ പ്രമാണിയുടെ സ്വഭാവം. ആ കൂസലില്ലായ്മയിൽ താൻ പൗരുഷം കണ്ടെത്തി. ആജ്ഞശക്തി നിറഞ്ഞു നിൽക്കുന്ന ആ ശബ്ദത്തിൽ, ഭാവത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തി. രാമകൃഷ്ണൻ കൈനീട്ടുമ്പോൾ ഓർത്തില്ല വഴി മാറിക്കൊടുക്കേണ്ടി വരുമെന്ന്. അയാൾക്കെല്ലാം വിനോദമായിരിക്കുമെന്ന്. അയാൾ വീണ്ടും മറ്റൊരു പടിക്കൽ ചെന്ന് കൈനീട്ടുമെന്ന്. ഒരു സന്ധ്യയ്ക്ക് പടിയിറങ്ങിപ്പോയ ഭർത്താവ് വരും കണ്ണും തിരുമ്മിൽ കാത്തിരുന്നു. കാൽക്കീഴിൽ ചപ്പിലകൾ ഞെരിയുന്ന ചെത്തത്തിന് കാതുകൂർപ്പിച്ചിരുന്നു. തനിക്കു കിട്ടിയ വാർത്തകൾ. ഇതാ വന്നിരിക്കുന്നു വീണ്ടും. അതേ നിറം, നീണ്ട കൈകാലുകൾ, എഴുന്നേൽക്കുന്ന ഞരമ്പുകൾ, ഇണങ്ങിയാൽ തല കൊടുക്കുന്ന സ്വഭാവം. ഈ ചെറുകഥ ഇവിടെ പൂർണ്ണമാകുന്നു.